ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ 3 മുന്നണികളും തിരക്കിട്ട ചർച്ചകളിലാണ്. കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാൻ UDFും തിരിച്ചടി ആവർത്തിക്കാതിരിക്കാൻ LDFും അത്ഭുതങ്ങൾ കാട്ടാൻ NDAയും രംഗത്തിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പിൽ തീ പാറുന്ന പോരാട്ടം തന്നെ നടക്കുമെന്ന് ഉറപ്പ്. അതിനിടെ സംസ്ഥാനത്തെ പല സീറ്റുകളിലും മുന്നണികൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏതാണ്ട് തയ്യാറാക്കി കഴിഞ്ഞു. അത്തരത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഇക്കുറി രംഗത്തിറക്കുക സർപ്രൈസ് സ്ഥാനാർത്ഥിയാണെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. മറ്റാരുമല്ല, സാക്ഷാൽ അനിൽ ആന്റണി തന്നെയാകും കോട്ടയത്ത് NDAയ്ക്ക് വേണ്ടി കച്ചുകെട്ടി ഇറങ്ങുകയെന്നാണ് സൂചന. UDFിൽ നിന്ന് കേരള കോൺഗ്രസും LDFിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മും നേരിട്ട് പോരാട്ടം നടത്തുന്ന കോട്ടയം സീറ്റിൽ അനിൽ ആന്റണിയെ ഇറക്കുക വഴി വലിയ പ്രതീക്ഷകളാണ് BJPയും NDAയും മുന്നോട്ട് വയ്ക്കുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസിനുള്ള ജനപിന്തുണ 2 വഴിക്കായി പിരിയുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയാണ് NDA ലക്ഷ്യമിടുന്നത്. അനിൽ ആന്റണിയുടെ പേര് തന്നെയാണ് BJP നേതൃത്വം കോട്ടയം പാർലമെന്റ് സീറ്റിലേക്ക് സജീവമായി പരിഗണിക്കുന്നതും. ജില്ലയിൽ നിന്നുള്ള മറ്റ് നേതാക്കളുടെ പേരുകളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനിലിന് തുണയാവുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല, കോൺഗ്രസിൽ പ്രവർത്തിച്ച പരിചയം എന്നിങ്ങനെയാണവ. അതേസമയം മണ്ഡലത്തിൽ LDFിനു വേണ്ടി തോമസ് ചാഴിക്കാടൻ രംഗത്തിറങ്ങുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത്. 1,06,259 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടന്റെ വിജയം. NDA കൂടി സജീവമാകുന്നതോടെ ഇക്കുറി മത്സരം കൂടുതൽ കടുപ്പമാവുമെന്നാണ് പറയപ്പെടുന്നത്. UDFിൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ധാരണയായിട്ടില്ല. കേരള കോൺഗ്രസിൽ നിന്നുള്ള മോൻസ് ജോസഫിനെയാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിച്ചതെങ്കിലും പാർലമെന്റിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. അതോടെ ചർച്ചകൾ ഇടുക്കി മുൻ MP ഫ്രാൻസിസ് ജോർജിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. നിലവിൽ കോട്ടയം സീറ്റിൽ UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. പ്രിൻസ് ലൂക്കോസിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെ സീറ്റിനായി കൂടുതൽ അവകാശവാദങ്ങളും ഉയരുന്നുണ്ട്. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനു പുറമെ PC തോമസ് ഉൾപ്പെടെയുള്ളവരുടെ പേരും പട്ടികയിലുണ്ട്. ഇനി വയനാട് സീറ്റിൽ സിറ്റിംഗ് MPയുമായ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്ന് UDF ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു. അതേസമയം കേരളം പിടിക്കാൻ BJPയും ഒരുങ്ങിയിട്ടുണ്ട്. BJP പദയാത്രയ്ക്കും തുടക്കമിട്ടു കഴിഞ്ഞു. ഇരു മുന്നണികളും തകർത്ത കേരളത്തെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അഴിമതിമുഖ മുദ്രയാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിക്കുകയാണ്. ഇരു മുന്നണികളുടെയും നയങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും കേരളം വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നതിന്റെ സൂചനയാണ് ഇതെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചിരുന്നു. എന്നാൽ കേരളം പിടിക്കാൻ BJP അല്പം വിയർക്കുമെന്നത് മറ്റൊരു കാര്യം.